ഭരണാധികാരികളുടെ കണ്ണു തുറക്കുമോ? ജൽജീവൻ പദ്ധതിയിലും 12 കുടുംബങ്ങൾക്ക് അവഗണന. കുടിവെള്ളത്തിനായി ആശ്രയം കൃഷിയിടത്തിലെ കുഴി. രാജ്യത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിലും തഴയപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന കല്ലമ്പറമ്പ് പ്രദേശത്തെ 12ഓളം കുടുംബങ്ങളാണ് അധികൃതരുടെ കടുംവെട്ടിന് ഇരയായിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തന്നെ പ്രതിദാനം ചെയ്യുന്ന വാർഡിലാണ് ഈ ജനവിരുദ്ധ അവഗണന എന്നത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുന്നു. 12 വീടുകൾ 12 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയുള്ള കിണറുകളെല്ലാം വറ്റി വരണ്ട് കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. പിന്നെ കുറച്ചുള്ളത് ബോർവെല്ലുകളാണ്. ഈ ബോർവെല്ലിലത്തെ വെള്ളം അയേണിന്റെ അംശം കൂടുതലായിട്ട് പാചകം ചെയ്ത് കഴിഞ്ഞാൽ ആഹാരങ്ങൾ പെട്ടെന്ന് കേടുവന്ന് പോകുന്ന അവസ്ഥയും കൂടിയാണ്. ഈ അത്യാവശ്യമായിട്ടും ഇവിടുത്തെ ആളുകൾക്കും കുടുംബങ്ങൾക്കും ജലജീവൻ അത്യന്താപേക്ഷിതമാണ്. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന കല്ലമ്പറമ്പ് പ്രദേശത്തിന് കേവലം 100 മീറ്റർ അകലെ വരെ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പുകളും കുടിവെള്ള കണക്ഷനുകളും എത്തിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും 12 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്തേക്ക് മാത്രം കണക്ഷൻ നീട്ടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. എല്ലാവർക്കും ശുദ്ധജലം എന്ന പദ്ധതിയുടെ അടിസ്ഥാന പ്രഖ്യാപനത്തെ പോലും പരിഹസിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനലിലും കടുത്ത വരൾച്ചയിലും ദാഹജലത്തിനായി ഈ കുടുംബങ്ങൾ നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ളത്തിനായി ഇവർ ഇന്ന് ആശ്രയിക്കുന്നത് അടുത്തുള്ള കൃഷിയിടത്തിലെ ഒരു കുഴിയെയാണ്. അവിടുത്തെ മലിനമായേക്കാവുന്ന വെള്ളം അരിച്ചെടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ഈ ആധുനിക കാലത്തും ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് തങ്ങളെ അവഗണിച്ചതിനെതിരെ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ ഈ 12 കുടുംബങ്ങൾക്ക് മാത്രമായി പദ്ധതി നടപ്പിലാക്കാൻ പ്രത്യേക ഫണ്ട് ആവശ്യമാണെന്ന വിചിത്രമായ ന്യായീകരണമാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് ഭരണകർത്താക്കൾ നിരത്തുന്നത്. നിലവിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 100 മീറ്റർ മാത്രം ദൂരത്തേക്ക് കണക്ഷൻ നീട്ടാൻ സാധിക്കുമായിരുന്നിട്ടും സാങ്കേതികത്വവും ഫണ്ടിന്റെ കുറവും പറഞ്ഞ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് ഭരണസമിതിയുടേത്. ആരാധ്യനായ പ്രധാനമന്ത്രിന്റെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കണം എന്നുള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നത്. അതിന് ഫണ്ടില്ല എന്നാണ് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും ആയിട്ടുള്ളവരെ പറഞ്ഞിരിക്കുന്നത്. ഫണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്യന്താവശ്യമായി ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. കുടിവെള്ളം എന്നത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ്. ഒരു ജനപ്രതിനിധിയുടെ സ്വന്തം വാർഡിൽ, അതും പഞ്ചായത്തിലെ ഉന്നത പദവി അലങ്കരിക്കുന്ന വ്യക്തിയുടെ മൂക്കിന് താഴെയാണ് ജനങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ ജലജീവൻ പദ്ധതി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ തൊട്ട് ഒരു 100 മീറ്റർ മുമ്പ് വരെ ഉള്ള വീടുകളിലേക്ക് നമ്മൾ കണക്ഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് നമ്മൾ കണക്ഷൻ വരുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് വേറെ പ്രത്യേക ബഡ്ജറ്റ് വെക്കണം എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് 3-ാം വാർഡിലെ വൈസ് പ്രസിഡന്റാണ് ഇവിടുത്തെ മെമ്പറായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് പദ്ധതി വേറെ ബഡ്ജറ്റ് വെക്കണമെന്നാണ് ഇവര് പറയുന്നത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ യാഥാർത്ഥ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കല്ലമ്പറമ്പ് പ്രദേശത്തെ 12 കുടുംബങ്ങളുടെ കുടിവെള്ള ആവശ്യത്തിന് ശാശ്വത പരിഹാരം കാണാനും പഞ്ചായത്ത് ഭരണസമിതിയും വാട്ടർ അതോറിറ്റിയും അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ഇവിടെ പല വീട്ടിലും ബോർവെല്ലുകളാണ്, കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഴിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന കുടുംബങ്ങളും ഉണ്ട്. ഇവിടെ വേനൽക്കാലം ആവുന്ന സമയത്ത് ഇവിടെ വെള്ളം വളരെ കുറവാണ് വരുന്നത്. അപ്പോ നമുക്ക് വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഈ സമയത്ത് നമ്മളോട് മാത്രം ഒരു വേർതിരിവ് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല.